ടെസ്റ്റ് ഫോർമാറ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ദയനീയ പ്രകടനത്തിൽ ഏറ്റവും അധികം ചർച്ചയായ 2024 ലോകകപ്പ് ഉൾപ്പെടെ നേടി ഇന്ത്യ തിളങ്ങിയ T20 ഫോർമാറ്റിൽ റൺവേട്ടക്കാരിൽ ഒന്നാമൻ മലയാളി താരമായ സഞ്ജു സാംസൺ ആയിരുന്നു. മറ്റൊരു ഇന്ത്യ ലോകകപ്പ് ജേതാക്കളായ വർഷത്തിൽ ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാതെയാണ് സഞ്ജു റൺവേട്ടക്കാരിൽ ഒന്നാമനായി എത്തിയത്. 13 മത്സരങ്ങളിൽ നിന്ന് 43.60 ശരാശരിയിൽ 436 റൺസ് അടിച്ചെടുത്താണ് സഞ്ജു ഈ ഒന്നാം സ്ഥാനം നേടിയത്. രാജ്യാന്തര T20യിൽ ആകെ 3 സെഞ്ചുറികളായിരുന്നു പോയ വർഷം സഞ്ജു നേടിയിരുന്നത്. 111 റൺസാണ് താരത്തിന്റെ ഉയർന്ന സ്കോർ. 12 ഇന്നിംഗ്സുകളിൽ നിന്ന് 436 റൺസ് നേടി എന്നതിനേക്കാളും 180.16 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിലാണ് ഈ നേട്ടം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. 3 സെഞ്ചുറിക്ക് പുറമെ ഒരു അർദ്ധ സെഞ്ചുറിയും സഞ്ജു സ്വന്തമാക്കിയിരുന്നു. ആകെ 35 ഫോറുകളും 31 സിക്സറുകളുമാണ് സഞ്ജു നേടിയത്. എന്നാൽ ഒരു കലണ്ടർ വർഷം തന്നെ ഏറ്റവും കൂടുതൽ തവണ 0-ന് ഔട്ടാകുന്ന റെക്കോർഡും സഞ്ജുവിന്റെ പേരിലാണ്. 5 മത്സരങ്ങളാണ് സഞ്ജു 0-ന് പുറത്തായിരുന്നത്. മാത്രമല്ല 2024 ഏറ്റവും കൂടുതൽ തവണ 0-ന് പുറത്തായവരിൽ സംയുക്തമായി രണ്ടാമൻ കൂടിയാണ് സഞ്ജു. ലോകകപ്പിൽ എല്ലാ മത്സരങ്ങളും കളിച്ച ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 18 മത്സരങ്ങളിൽ നിന്ന് 26.81 ശരാശരിയിൽ 429 റൺസുമായി രണ്ടാമൻ നിലനിൽക്കുന്നുണ്ട്. 11 മത്സരങ്ങളിൽ നിന്ന് 42 ശരാശരിയിൽ 378 റൺസുമായി രോഹിത് ശർമ്മയാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. ഇന്ത്യയെ ലോകകപ്പിലേക്ക് നയിച്ച രോഹിത് കിരീട നേട്ടത്തിന് പിന്നാലെ വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ എന്നിവർക്കൊപ്പം T20യിൽ നിന്ന് വിരമിക്കുകയായിരുന്നു. ഹർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, ശിവൻ ദുബെ എന്നിവരാണ് 3 മുതൽ 5 വരെ സ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നത്.